തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സ്നേഹിത, ഞാനൊരു സത്യം പറയട്ടെ. എല്ലാവരുടെ ഉള്ളിൽ ഒരു കള്ളനുണ്ട്. പിടിക്കപ്പെടുന്നില്ലെന്ന് മാത്രം. സത്യത്തിൽ വിദഗ്ധനായ കള്ളൻ ഉള്ളുണർവുള്ളവനാണ്. ഒരു കൊക്കിൻ്റെ ക്ഷമയും ചിലന്തിയുടെ കാത്തിരിപ്പും പൂച്ചയുടെ നിശബ്ദതയുമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരിക്കലും പിടിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നവൻ. ഓർക്കുക, വൃദ്ധനായൊരു കള്ളൻ്റെ മുമ്പിലേക്ക് മകൻ കടന്നു വന്നിട്ട് പറഞ്ഞു, അപ്പൻ്റെ പാരമ്പര്യം എനിക്കും തുടരണം, അതുകൊണ്ട് മോഷണം എന്ന കല എന്നെയും പഠിപ്പിക്കുക. അപ്പൻ ഒരുപാട് സന്തോഷമായി. തനിക്ക് പറ്റിയ മകൻ തന്നെ. അദ്ദേഹം പറഞ്ഞു, ഇന്ന് തന്നെ ഞാൻ നിന്നെ പഠിപ്പിക്കാം. അങ്ങനെ അന്ന് രാത്രി അടുത്തുള്ളൊരു ഗ്രാമത്തിലെ ഏറ്റവും പണക്കാരൻ്റെ വീട്ടിൽ അവർ മോഷ്ടിക്കാൻ കയറി. എല്ലാവരും ഉറക്കത്തിലാണ്, പലതും കവർന്നെടുക്കുകയാണ്. പെട്ടെന്നൊരറ കണ്ടപ്പോൾ അപ്പം മകനോട് പറഞ്ഞു, അതിൽ കയറി നോക്ക്, എന്തെങ്കിലും നിധി ഉണ്ടാകും. ഉള്ളിൽ കയറിയതും അപ്പൻ പുറത്തിട്ട് വാതിൽ പൂട്ടി. എന്നിട്ട് ബഹളം വയ്ക്കാൻ ആരംഭിച്ചു. സ്വരം കേട്ട് എല്ലാവരും ഉണർന്നു. മകൻ എന്തെന്നില്ലാത്ത ആശങ്കയായി. അപ്പനാകട്ടെ വീട്ടിലേക്ക് ഓടി. ഉള്ളിരുന്നു കൊണ്ട് ഭയപ്പെടുക മകൻ ഇനി എങ്ങനെ രക്ഷപ്പെടും. പെട്ടെന്നൊരു ഭയം തോന്നി ഒരു പൂച്ചയുടെ സ്വരമെടുക്കാൻ ആരംഭിച്ചു. അപ്പോൾ യജമാനന് തോന്നി പൂച്ച അറയ്ക്കുള്ളിലുണ്ടെന്ന്. വൃത്തൻ വിളക്ക് കത്തിച്ച് വാതിൽ തുറന്നതും മറയിൽ ഒളിച്ചിരുന്ന മകൻ വിളക്ക് ഊതിക്കെടുത്തി ഓടാൻ ആരംഭിച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായതൊരു കള്ളനാണെന്ന്. അവൻ്റെ പിന്നാലെ എല്ലാവരും ഓടി. ഒടുവിൽ ഓടി ഒരു കിണറ്റിൻകരയിലെത്തിയപ്പോൾ ഈ മകന് മറ്റൊരു ഉപായം. മറ്റു കല്ലെടുത്ത് കിണറ്റിലേക്കിട്ട് അടുത്തുള്ള വൃക്ഷത്തിൻ്റെ മറയിൽ ഒളിച്ചു. ഓടി വന്നവർ കള്ളൻ കിണറ്റിൽ ചാടിയെന്ന് വിചാരിച്ച് അതിന് ചുറ്റുമിരിക്കുന്ന സമയം നോക്കി മകൻ ഓടി കഷ്ടപ്പെട്ട് വീട്ടിലെത്തി. അപ്പോഴാകട്ടെ അപ്പൻ വീടിൻ്റെ വരാന്തയിൽ ചാരുകസരയിലിരിക്കുക. സഹിക്കാൻ പറ്റിയില്ല. ഒരുപാട് വേദനയോടെ ആ മകൻ അപ്പനോട് പറയുന്നുണ്ട്, എത്രമാത്രം കഷ്ടപ്പെട്ടാണെന്നോ ഞാനിവിടെ ഓടിയെത്തിയത്. എന്നാൽ ചിരിച്ചുകൊണ്ട് അപ്പം പറഞ്ഞു, നീ അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല. നീ രക്ഷപ്പെട്ട് വീട്ടിലെത്തി. അതിൻ്റെ അർത്ഥം മോഷണം എന്ന കല നീ പഠിച്ചു കഴിഞ്ഞുവെന്ന. അതെ, വിദഗ്ധനായ കള്ളൻ ഒരു തടസ്സവും അതിജീവിച്ചുകൊണ്ട് എല്ലാ ബന്ധനങ്ങൾക്കും അപ്പുറം സ്വന്തം വീട്ടിലെത്തുക തന്നെ ചെയ്യും. എന്നാൽ ബൈബിളൊരു കള്ളനുണ്ട്. മോശപ്പെട്ടൊരു കള്ളനാണ്. അതുകൊണ്ട് അവൻ പിടിക്കപ്പെട്ടു. കാൽവരി കുരിശി കിടക്കുക 2 കള്ളന്മാർ. എന്നാൽ വലത്തുവശത്ത് കിടന്ന കള്ളനാകട്ടെ മരിക്കുന്ന തൊട്ടു മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നാം ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് നാം അനുഭവിക്കുന്നത്. എന്നാൽ ഇവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ക്രിസ്തുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ പർദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അവസാനത്തെ വാക്കാ. അതുകൊണ്ട് തന്നെ അതിലെല്ലാമുണ്ട്. അവൻ പറഞ്ഞത് ആദ്യം ദൈവത്തെ ഭയപ്പെടാനാണ്. ദൈവം പിന്നെ നാം ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് നാം അനുഭവിക്കുന്നത്. ഞാൻ ഒരു പാപിയാണെന്ന തിരിച്ചറിവ്. പിന്നെ ക്രിസ്തുവിനെ നോക്കി അവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ക്രിസ്തു എന്ന സത്യം. ഒടുവിൽ പറഞ്ഞു, പർദീസയിലായിരിക്കും എന്നെ ഓർക്കണമേ. ഇത് 4 സത്യങ്ങളുണ്ട്. ദൈവം, ഞാൻ, ക്രിസ്തു, പർദീസ. ഇതിനപ്പുറം പിന്നെ എന്താ വേണ്ടത്? ആ കള്ളൻ പിടിക്കപ്പെടുവെങ്കിലും മരണത്തിന് തൊട്ടു മുമ്പ് തിരിച്ചറിവുണ്ടായി. ഓർക്കുക, നമ്മൾ വിദഗ്ധരാണ്. പിടിക്കപ്പെടുന്നില്ലെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു നാൾ പിടിക്കപ്പെടും. മരണത്തിന് മുമ്പിൽ ക്രിസ്തു വിദ്യാളനായി തൊട്ടടുത്തുണ്ടാകും. ആ മരണത്തിൻ്റെ തടവറ ഭേദിച്ചപ്പുറം പോകാൻ നമുക്കും ആ കള്ളനെ പോലെ ദൈവത്തെ ഭയപ്പെടാം. സ്വന്തം തെറ്റുകൾ അംഗീകരിച്ച് മനസ്തപിക്കാം.
ക്രിസ്തു എന്ന രക്ഷകനെ അംഗീകരിക്കാം. ഒടുവിൽ പരദീസയെ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകാം. ദൈവം അതിനായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം